ഞാൻ ഇന്നത്തെ വിഷയമായി എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത, കഴിഞ്ഞ കുറെ നാളുകളായി സീറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ഇനിയും നടപ്പിലാകാൻ സാധ്യതയുള്ള സമവായം, അത് മെത്രാപ്പോലിത്തൻ വികാരി പാമ്പ്ളാനി പിതാവ് വിചാരിച്ചതുപോലെ നടപ്പിലാകണമെങ്കിൽ MTNS എന്ന് പറയുന്ന ഒരു സംഘടന സീറോ മലബാർ സഭയിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഉണ്ടാകാൻ പാടില്ല. കഴിഞ്ഞ 2-3 വർഷത്തെ MTNSന്റെ പ്രവർത്തനങ്ങൾ എടുത്ത് വിലയിരുത്തിയാൽ അത് എന്നെ കേൾക്കുന്ന ഏവർക്കും പ്രത്യേകമായി മനസ്സിലാക്കാവുന്ന ഒരു വസ്തുതയാണ്. അപ്പോൾ മെത്രാപ്പോലിത്തൻ വികാരിയായി കഴിഞ്ഞ സിനഡിന് ശേഷം മാർ ജോസഫ് പാമ്പ്ളാനി പിതാവ് ചുമതല ഏറ്റെടുത്തതിന് ശേഷമാണ് AKCC പെട്ടെന്നൊരു സമയത്ത് കുർബാന വിഷയം നടപ്പിലാക്കണമെന്ന രീതിയിലേക്ക് ഒരു യോഗം വിളിച്ചുകൂടുന്നത്. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരു 4-5 വസ്തുതകളുണ്ട്. എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ സഭാവിശ്വാസികളും അല്ലാതെ മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞേക്കാം, ജോമോൻ ആരക്കുഴ സീറോ മലബാർ സഭയിലെ സിനഡിലെ പിതാക്കന്മാരെയും തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും ഒക്കെ ചീത്ത വിളിക്കാൻ, തെറി പറയാൻ ഒരു ലൈവുമായി വീഡിയോയുമായി ഇറങ്ങിയിരിക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികളുടെ അവകാശമായ പരിശുദ്ധമായ കുർബാന, ആ കുർബാന ഞങ്ങളുടെ അവകാശമാണ്. മാമോദീസായിലൂടെ കത്തോലിക്ക സഭയിലെ അംഗമായ ഓരോ വ്യക്തിക്കും അവകാശമായ പരിശുദ്ധമായ കുർബാന, അത് ചോദിച്ചു വാങ്ങുമ്പോൾ അത് തരാത്ത വ്യക്തികൾക്കെതിരെ പ്രതിരോധിക്കുന്നത്, അത് നടപ്പിലാക്കേണ്ടവർ നടപ്പിലാക്കാതെ വിമതന്മാരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നത്, അവരെ ചീത്ത പറയുന്നതായിട്ട് ഏതെങ്കിലും വിശ്വാസി കൂട്ടായ്മകളോ അല്ലെങ്കിൽ MTNS ഇല്ലാതാകണമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും വിചാരിച്ചാൽ ഞാൻ അവരോട് പറയുന്നു, ഈ പ്രതിരോധം ഇത് അതിശക്തമായി തുടരും. ഇത് ചീത്തവിളിയായിട്ടോ തെറിപറച്ചിലായിട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് തോന്നുന്നുവെങ്കിൽ ഇത് ശക്തമായി തുടർന്നുകൊണ്ടേ തന്നെ ഇരിക്കും. ഒന്നാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ 100% ഞാൻ അടിവരയിട്ട് പറയുന്നു, ഈ സമയത്ത് കുർബാന വിഷയം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AKCCയുടെ വരവ് അത് പാമ്പ്ളാനി പിതാവിന്റെയും തട്ടിൽ പിതാവിന്റെയും ഒരു രാഷ്ട്രീയ തന്ത്രം, കുതന്ത്രമാണ് എന്ന് അടിവരയിട്ട് പറയാൻ സാധിക്കും. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരെ എടുത്താൽ അവരുടെ ഇടയിൽ ഒരു തന്ത്രമുണ്ട്. തല്ലാനും തലോടാനും അവർ ആളുകളെ നിശ്ചയിക്കും. അതൊരു രാഷ്ട്രീയ കുതന്ത്രമാണ്. വിശ്വാസികളെ, അടികളെ പൊട്ടം കളിപ്പിക്കുന്ന ഒരു തന്ത്രം. പാമ്പ്ളാനി പിതാവ് വന്നതിന് ശേഷം ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികളെ പൊട്ടം കളിപ്പിക്കാനായി പാമ്പ്ളാനി പിതാവും AKCCയുമായി അവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ തന്ത്രമാണ് തല്ലലും തലോടലും എന്ന് പറഞ്ഞാൽ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ AKCCയുടെ ഡയറക്ടർ ഈ വിഷയത്തിന് എതിരാണ് എന്ന് നേരത്തെ ഒരു പ്രസ്താവന ഇറക്കി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ മെത്രാനേക്കാളും മെത്രാപ്പോലിത്തൻ വികാരിയേക്കാളും മുകളിലാണോ AKCCയുടെ ചുമതലയുള്ള ഡയറക്ടർ? അതേസമയം അതിരൂപതയുടെ നേതൃത്വം കുർബാനയ്ക്ക് അനുകൂലമായി അവർ യോഗം വിളിച്ചുകൂട്ടുന്നു. അപ്പോൾ AKCCയിൽ തന്നെ ഇവർ ഭിന്ന അഭിപ്രായമാണ് എന്ന് ഒരു പൊതു ഭാഷ്യം വിശ്വാസികളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 23-ാം തീയതിയാണ് തിരുവാങ്കുളം പള്ളിയിൽ ഒരു സമൂഹ ബലിയും ഒരു പ്രതിഷേധ യോഗവും നടന്നത്. അവിടെ അവർ പബ്ലിഷ് ചെയ്ത പ്രമേയത്തിൽ പ്രധാനപ്പെട്ട 3 വസ്തുതകളാണ് അവിടെ ഉള്ളത്. ഈ വസ്തുതകൾ വിശദമായി നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ തന്ത്രം. അവർ ഒന്നാമതായി പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുത, എനിക്ക് തോന്നുന്നു ഏപ്രിൽ, അതിന്റെ ഡേറ്റ് എനിക്ക് കൃത്യമാണ്, ഏപ്രിൽ മാസം 13-ാം തീയതി, മാർച്ച് മാസം ഏപ്രിൽ 13-ാം തീയതി ഓശാന ഞായറാഴ്ചയോടുകൂടി എല്ലാ പള്ളികളിലും സഭയുടെ ഏകീകൃത കുർബാന അർപ്പിച്ചു തുടങ്ങണം, അതിനുള്ള തീരുമാനങ്ങൾ ഉടൻ എടുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എന്റെ ചോദ്യം, കഴിഞ്ഞ 4 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾ
ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഇവിടെ രാപകലില്ലാതെ അലഞ്ഞപ്പോൾ, പൊതുനിരത്തുകളിൽ പട്ടിണി കിടന്നപ്പോൾ, സമരങ്ങളും പ്രതിഷേധങ്ങളുമായി അരമനയുടെ വാതിൽക്കലും മൗണ്ടിന്റെ വാതിൽക്കലും ഒക്കെ അവർ തിണ്ണ കയറി നിരങ്ങി നടന്നപ്പോൾ AKCC-ക്കാർ ഏത് മാളത്തിലായിരുന്നു? അന്ന് ഈ കുർബാന നടപ്പിലാക്കണമെന്ന് എന്തേ അവർക്ക് തോന്നിയില്ല? പാമ്പ്ളാനി പിതാവ് വന്നതിന് ശേഷം ഇവരെ ആരെയാണ് കെട്ടിയിറക്കിയത്? നൂലയിൽ കെട്ടിയിറക്കുന്നത് പോലെ ഇവർക്ക് ഒറ്റ ദിവസം കൊണ്ട് എവിടെയാണ് ഈ സഭാസ്നേഹം ഉണ്ടായത്? എന്റെ ചോദ്യം പ്രസക്തമാണെങ്കിൽ എന്നെ കേൾക്കുന്നവർ അത് അംഗീകരിക്കുക. പ്രസക്തമല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഇവിടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമല്ല? ഈ 4 വർഷം അനങ്ങാപ്പാറ നയം സ്വീകരിച്ചവർ പാമ്പ്ളാനി പിതാവ് വന്നതിന് ശേഷം ഒരു ഡേറ്റ് 100% ഞാൻ പറയുന്നു, ഓശാന ഞായറാഴ്ചയോടുകൂടി ഈ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടണമെന്നുള്ള അജണ്ട വന്നത് പാമ്പ്ളാനി പിതാവിന്റെയും മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന്റെയും അടുക്കൽ നിന്നുമാണ്. അവർ കൂടി എഴുതി കൊടുത്ത പ്രമേയമാണ് തിരുവാങ്കുളത്ത് അവിടെ വായിച്ചത്. അല്ലെങ്കിൽ AKCC-ക്കാർക്കോ പാമ്പ്ളാനി പിതാവിനോ തട്ടിൽ പിതാവിനോ അത് നിഷേധിക്കാൻ സാധിക്കുമോ? ഞാനത് പറയാൻ പ്രസക്തമായ ഒരു കാരണം, ഏവർക്കും കർത്താവിനോടുള്ള പ്രതിബദ്ധത എന്ന് പറയുന്നത് സ്വന്തം കുടുംബം തകരുമ്പോൾ, സ്വന്തം വീട് ആക്രമിക്കപ്പെടുമ്പോൾ, സ്വന്തം അപ്പനെ സഹോദരങ്ങളെ കല്ലെറിയുമ്പോൾ, നമ്മുടെ എത്ര പിതാക്കന്മാർ തെരുവിൽ പീഡിപ്പിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു, സഭയോടൊപ്പം നിന്ന വൈദികർ എത്ര പേർ കല്ലെറിയപ്പെട്ടു, എത്ര പേർ ഇവരുടെ ആക്രമണത്തിന് ഇരയായി. അന്നൊന്നും വേദന തോന്നാത്തവർ, സിറോ മലബാർ സഭ ഒരു കുടുംബമാണ് എന്ന് തോന്നൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, സ്വന്തം കുടുംബത്തിൽ ഒരു കള്ളം കയറുമ്പോൾ, സ്വന്തം കുടുംബം ആക്രമിക്കപ്പെടുമ്പോൾ, സ്വന്തം കുടുംബത്തിലെ മക്കളാണെങ്കിൽ എത്ര പേർക്ക് അത് കണ്ടു നിൽക്കാൻ സാധിക്കും? അപ്പോൾ ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ 2021 മുതൽ 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ AKCC എന്ന് പറയുന്ന സഭാത്മ സംഘടനയിലെ സീറോ മലബാർ സഭയിലെ അംഗങ്ങൾ ജാരസന്തതികളായിരുന്നോ എന്ന എന്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? എന്റെ തെറി പറയാൻ വരുന്നതിന് മുമ്പ്, MTNS എന്ന് പറയുന്ന സംഘടനയെ കല്ലെറിയാൻ വരുന്നതിന് മുമ്പ് 4 വർഷം നിങ്ങൾ ജാരസന്തതികളായിരുന്നു. എങ്ങനെ, എവിടെ നിന്ന് വന്നു നിങ്ങൾക്ക് ഈ ഒരു സ്നേഹം? നിങ്ങൾക്കതിന് മറുപടി ഉണ്ടോ? അടുത്ത വസ്തുതയിലേക്ക് വരുമ്പോ അത് കുറച്ചുകൂടി ഞാനത് വ്യക്തമാക്കാം. നിങ്ങൾ ആവശ്യപ്പെട്ട രണ്ടാമത്തെ വസ്തുതയിൽ നിങ്ങൾ പറയുന്നു, പ്രമേയത്തിൽ ഇവിടെ കുർബാന നടപ്പാക്കുന്നതിൽ ഉള്ള നടപടികളിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ല. യാതൊരുവിധ വിട്ടുവീഴ്ചകളും ഇല്ലെങ്കിൽ അത് തിരുവാങ്കുളം പള്ളിയിൽ നിന്നല്ല നിങ്ങൾ പറയേണ്ടത്. അത് പറയേണ്ടത് കാക്കനാട് മൗണ്ടിൽ അതിന്റെ മുമ്പിൽ നിന്നാണ്, അല്ലെങ്കിൽ അരമനയ്ക്ക് മുമ്പിൽ നിന്നാണ് പറയേണ്ടത്. തിരുവാങ്കുളം പള്ളിയുമായിട്ട് ഇതിന് എന്ത് ബന്ധമുള്ളത്? അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളും നമ്മുടെ ഉള്ളിലെ സത്യവും അത് സംസാരിക്കേണ്ട ഇടങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു സേഫ് സോണിൽ നിന്ന് ആർക്കും ഏത് കളിയും കളിക്കാം. അതുകൊണ്ടാണ് പാമ്പ്ളാനി പിതാവ് പറഞ്ഞത്, സഭയുടെ കുർബാന നടക്കുന്ന ഒരു പള്ളിയിൽ നിങ്ങൾ പോയി നടത്തിക്കോ, അരമനയുടെ മുമ്പിൽ വേണ്ട, മൗണ്ടിന്റെ ഫ്രണ്ടിൽ വേണ്ട. അപ്പോ ഇവിടെയാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിലെ സംശയം പ്രകടമാകുന്നത്. മൂന്നാമത്തെ വസ്തുതയിലേക്ക് വന്നാൽ, അവിടെ സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ, വിശ്വാസികൾ, അവർക്കുള്ള സംരക്ഷണം ഈ സമയം വരെ ആയിട്ടോ ഏത് വൈദികരെയാണ് സഭ സംരക്ഷിച്ചത്? ഈ 4 വർഷം ആക്രമിക്കപ്പെട്ടിട്ടോ ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി മാസം 23-ാം തീയതി വരെ ഇത്രയും പേർ ആക്രമിക്കപ്പെട്ടിട്ട്, അൽമായർ പീഡിപ്പിക്കപ്പെട്ടിട്ട് എന്തേ അവർക്ക് സംരക്ഷണം വേണമെന്ന് AKCC-ക്കാരായ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഒരു സഭാത്മക സംഘടനയായ ഞങ്ങളുടെ സഹോദര സംഘടനയ്ക്ക് എന്തുകൊണ്ട് തോന്നിയില്ല? നിങ്ങളുടെ സഹോദരങ്ങൾ 4 വർഷം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പിന്നെ നിങ്ങൾ നടപടികൾ ആവശ്യപ്പെട്ട കാര്യം. അതിൽ ഒരു കാര്യം കൂടി പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ട വസ്തുതയുണ്ട്. ഇവിടെ സഭാധിക്കാര പ്രവർത്തനങ്ങൾ നടത്തിയ വൈദികർക്കെതിരെ, അൽമായർക്കെതിരെ നടപടികൾ എടുക്കണം, ഉടൻ നടപ്പിലാക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. ഒറ്റ ചോദ്യം, ഈ പ്രശ്നങ്ങളുടെയൊക്കെ മൂല കാരണം AKCC-യുടെ നേതൃത്വത്തിലുള്ള നേതാക്കന്മാരോട് ഞാൻ ചോദിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ ഈ കച്ച കെട്ടി, ഈ വേഷം കെട്ടി ചിറക്കിയിരിക്കുന്ന പിതാക്കന്മാരോട്
ഞാൻ ചോദിക്കുന്നു, അച്ഛന്മാരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നടപടികൾ ആവശ്യപ്പെട്ടപ്പോൾ ഇവിടെ മൂല കാരണക്കാരായ കുറെ പിതാക്കന്മാരുണ്ട്. ഇടയന്ത്രം, ഭരണികുളങ്ങര, പുത്തൻ വീട്ടിപ്പറമ്പ്, ചിറ്റൂപ്പറമ്പൻ, അതുപോലെ റോമിലുള്ള ചിറപ്പണം, അതുപോലെ സമവായ വീരപുത്രമ്പ, പാമ്പളാനി പിതാവ്, സമവായത്തിൽ ഒപ്പിട്ട വാണിയപ്പുരയ്ക്കൽ പിതാവ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോ ഇവരൊന്നും തെറ്റുകാരല്ലേ? ഇവർക്കെതിരെ നടപടി വേണ്ടേ? ഇത്രയും നാള് നടപടികൾ എടുക്കാതെ ഇവരെ തോന്നിവാസം അഴിച്ചുവിട്ട അരമന 21 കാപാലികർ കള്ള പുരോഹിതർ കയറി ആക്രമിച്ചപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത, ഇന്നും നടപടികളില്ലാതെ പ്രസാദഗിരി പള്ളിയിൽ തോട്ടുപുറമച്ചനെ മൃഗീയമായി ആക്രമിച്ച ജെറിൻ എന്ന് പറയുന്ന കള്ളപ്പാതിരി, അദ്ദേഹത്തിന്റെ നടപടി എവിടെ? അപ്പൊ നടപടി എടുക്കാത്തവരാര്? കുറ്റക്കാരല്ലേ? കുറ്റം ചെയ്തവർ മാത്രമല്ല, കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കാത്തവരും ഒരേ കുറ്റം ചെയ്യുന്നവരാ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഏതെങ്കിലും ഒരു ജഡ്ജി ഒരു കൊലപാതകം ചെയ്തൊരു വ്യക്തിക്കെതിരെ കുറ്റം നടപടി എടുക്കാതിരുന്നാൽ, ആ നടപടി നീണ്ടുപോയാൽ, ആ കുറ്റകൃത്യത്തിനനുസരിച്ച് നടപടി വൈകിയ ആ ജഡ്ജി ആ സെക്കൻഡിൽ അവിടുന്ന് തെറിക്കും. അതിന്റെ കാരണം എന്താ? AKCC-കാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണം, മെത്രാമാർക്ക് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരണം. നിങ്ങളും ഞങ്ങളും ഒക്കെ കഴിക്കുന്നത് അരിയാഹാരം തന്നെയാണ്. എന്തുകൊണ്ട് മെത്രാന്മാർക്കെതിരെ നടപടി വേണമെന്ന് നിങ്ങളുടെ പ്രമേയത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടില്ല? കാരണം നിങ്ങളെ കച്ച കെട്ടി ഇറക്കിയത്, ഈ കപട വേഷം നിങ്ങൾ കെട്ടി ആടിക്കുന്നത് മെത്രാന്മാരാണ്. അതുകൊണ്ടാണ് മെത്രാന്മാർക്കെതിരെ നടപടി വേണമെന്ന് നിങ്ങൾ പ്രമേയത്തിൽ എഴുതാത്തത്. ജോമോൻ ആലക്കുഴയെ നിങ്ങൾക്ക് തെറി പറയാനും പ്രതിരോധിക്കാനും എളുപ്പം സാധിക്കും. MTNS-നെ ഇവിടുന്ന് തുരത്തി ഓടിക്കണമെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയോടൊപ്പം നിൽക്കുന്ന മറ്റു വിശ്വാസി കൂട്ടായ്മകളെയും മറ്റംഗങ്ങളെയും നിങ്ങളുടെ ഒപ്പം കളത്തിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് MTNS-നെ കല്ലെറിയിക്കാൻ AKCC-കാരെ, പാമ്പളാനി പിതാവെ, തട്ടിൽ പിതാവെ നിങ്ങൾക്ക് എളുപ്പം സാധിക്കും. കല്ലെറിയാനേ നിങ്ങൾക്ക് പറ്റൂ. ആ കല്ലേറ് നിന്ന് കൊള്ളണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും സീറോ മലബാർ സഭയിലെ ഒരു മെത്രാന്മാർക്കും ഇല്ല, ഒരു വിശ്വാസി കൂട്ടായ്മകൾക്കും ഇല്ല. ഏറ് കൊള്ളണോ വേണ്ടയോ എന്നുള്ള ഞങ്ങളുടെ തീരുമാനം. സീറോ മലബാർ സഭയുടെ പരിശുദ്ധമായ കുർബാന നടപ്പിലാകുമ്പോൾ ഈ സഭയെ അതിന്റെ പരമപരിശുദ്ധിയിലേക്ക് ഏതെങ്കിലും തരത്തിൽ എത്തിക്കാൻ സാധിക്കുമ്പോൾ ഈ കല്ലേറുകൾ ഞങ്ങൾക്ക് പുഷ്പങ്ങളാണ്, പുഷ്പങ്ങൾ. തമാശ പറയുന്നൊന്നുമല്ല. ഇതിനേക്കാൾ വലിയ കല്ലേറ് ഞങ്ങൾ സഹിക്കും. എറണാകുളത്തെ മുഴുവൻ വിശ്വാസി കൂട്ടായ്മകളിൽ നിന്ന് അവരെ അണിനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ലേ? അത് ഇനിയും സഹിക്കും. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ വേഷം കിട്ടി ചിറക്കിയിരിക്കുന്നവർ MTNS-നെ ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമേ ഉള്ളൂ. കാരണം സഭാപിതാക്കന്മാർക്കറിയാം, ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സീറോ മലബാർ സഭയിൽ AKCC പോലൊരു സംഘടന മതി. മെത്രാന്മാരെ ചീത്ത പറയുന്ന, മെത്രാന്മാർ തെറ്റ് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്ന, സഭയുടെ കുർബാന അർപ്പിക്കേണ്ട രീതിയിൽ അർപ്പിക്കണമെന്ന് പറയുന്ന ഒരു സംഘടന ഇവിടെ വേണ്ട. ഞങ്ങളെ പ്രതിരോധിക്കുന്ന ഒരാൾ ഇവിടെ വേണ്ട. അങ്ങനെ ഒരാളും ഈ മണ്ണിൽ, ഈ സഭയിൽ വളരേണ്ട ആവശ്യമില്ല. അതിന് പല രൂപത്തിലും ഭാവത്തിലും പല ആൾക്കാരെ കച്ചകെട്ടി ഇറക്കിയിട്ടുണ്ട്. പല വാട്സപ്പ് കൂട്ടായ്മയിലെ പല ആൾക്കാരെയും നിങ്ങൾ നിങ്ങളുടെ തോളോട് തോൾ ചേർത്ത് നിർത്തിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പല ഫേസ്ബുക്ക് എഴുത്തുകാരെയും കച്ചകെട്ടി ഇറക്കിക്കൊണ്ട് MTNS കൾട്ടാണെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ഫേസ്ബുക്കിൽ എഴുത്താണ്. ഇതൊക്കെ ചെയ്യിക്കുന്നത് മെത്രാമാരെ, നിങ്ങളുടെ സഹ തോഴന്മാരായ പല ഫേസ്ബുക്ക് വാട്സപ്പ് പുലികളാണെന്നും നമുക്കറിയാം. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അല്ല നടപ്പിലാക്കേണ്ടത്. വിശ്വാസികളുടെ അവകാശങ്ങൾ അത് നടപ്പിലാക്കാനുള്ള ആർജവം ഈ സമവായത്തിലൂടെ മുന്നോട്ട് പോയാൽ ഒരിക്കലും നടപ്പിലാക്കാൻ പോകുന്നില്ല. ഇവിടെ സഭയെ ധിക്കരിച്ച കന്യകാസ്ത്രീകൾ, കന്യകാസ്ത്രീ മഠങ്ങൾ, എത്രയോ സന്യസ്ത സഭകൾ, ഇവർക്കെതിരെ എന്തുകൊണ്ട് നടപടിയെടുക്കണമെന്ന് AKCC ആവശ്യപ്പെട്ടില്ല? ഉത്തരവുണ്ടോ നിങ്ങൾക്ക്? സന്യസ്ത സഭകളോട് സഭയുടെ കുർബാന ചൊല്ലണമെന്ന് എന്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ കഴിഞ്ഞില്ല? കന്യകാസ്ത്രീ മഠങ്ങളെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചങ്കുറ്റമുണ്ടായില്ല?
എന്നിട്ട് അങ്ങനെയുള്ളവരെ പ്രതിരോധിച്ചാൽ, അങ്ങനെയുള്ള പ്രതിരോധിക്കുന്ന ഒരു സംഘടന ഇവിടെ വളർന്നു വന്നാൽ ആ സംഘടനയുടെ അടിവേര് വെട്ടുക എന്നതല്ലാതെ ഇപ്പോഴത്തെ നിങ്ങളുടെ അജണ്ട എന്താണ്? ഏകീകൃത കുർബാന നടപ്പിലാക്കുക എന്നുള്ളതൊന്നുമല്ല. നിങ്ങളുടെ പുറംപൂച്ചുകളും കള്ളത്തരങ്ങളും ഒക്കെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു ഒറ്റ ഉദാഹരണം കൂടി പറയാം. ഈ കഴിഞ്ഞ 4 വർഷക്കാലം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ AKCC-ക്കാർ ഏത് കുർബാനയിലാണ് പങ്കെടുത്തത്? MTNS നിലവിൽ വന്നിട്ട് 2 വർഷം കഴിയുന്നു. 2 വർഷത്തിന് മുമ്പ് 2 വർഷം മുമ്പ് വരെ വിവിധ സഭാവിശ്വാസികൾ ഇവിടെ സമരമുഖത്തുണ്ടായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയോടൊപ്പം നിൽക്കുന്ന, ഇവിടെ മുന്നിട്ടിറങ്ങി കുർബാനയ്ക്ക് വേണ്ടി വാദിച്ച പല വിശ്വാസികളും ഇല്ലിസിറ്റ് കുർബാന കണ്ടിട്ടല്ല കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചത്. ഞങ്ങളുടെ പള്ളിയിൽ ഞങ്ങൾക്ക് കുർബാനയില്ല. കിലോമീറ്ററുകളും ഒക്കെ ആഴ്ചകളും കാത്തിരുന്നാണ് ഒരു കുർബാനയ്ക്ക് വേണ്ടി ഇവിടെ വിശ്വാസികൾ അലഞ്ഞു നടന്നത്. അങ്ങനെയാണ് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി ദാഹിച്ച് വാദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങളോ, നിങ്ങളുടെ നേരെ കൈകൾ ചൂണ്ടിക്കൊണ്ട് ഞാൻ സംസാരിക്കും. ഏത് കുർബാനയിൽ പങ്കെടുത്തുകൊണ്ടാണ് നിങ്ങൾ സഭയുടെ കുർബാന വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയിൽ കളങ്കമില്ലേ? പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞാൽ ഒരൊറ്റ വാക്കേ അതിന് പറയാൻ ഉള്ളൂ. സെപ്റ്റിക് ടാങ്കിൽ ചവിട്ടി നിന്നുകൊണ്ട് മുകളിലിരിക്കുന്ന കാക്കയോട് എന്റെ തറകിലേക്ക് കാട്ടിക്കിടല്ലേ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കപട തന്ത്രമുണ്ടല്ലോ. സെപ്റ്റിക് ടാങ്കിൽ ചവിട്ടി നിന്ന് കാക്കത്തീട്ടം തലയിൽ വീടല്ലേ എന്ന് ആവശ്യപ്പെടുന്ന നിങ്ങളുടെ തന്ത്രം, അതാണ് എറണാകുളത്ത് കുർബാന വിഷയത്തിൽ നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലസിറ്റ് കുർബാന സകല ദിവസവും വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് സഭയുടെ പരിശുദ്ധമായ കുർബാന വേണമെന്ന് പറയാനുള്ള ആർജവം ഉണ്ടാവുക? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ തിരുത്ത്, ഞാൻ എന്റെ പണി അവസാനിപ്പിച്ചു പോകാം. എറണാകുളത്തെ വിശ്വാസികൾ ഇവിടെ കുർബാന ആവശ്യപ്പെട്ടത് ഇല്ലിസിറ്റ് കുർബാന കണ്ടിട്ടല്ല. പാമ്പ്രാണി പിതാവിന്റെ പുതിയ നയം അതിവിടെ വെളിവായി തുടങ്ങി. പിതാവ് പല ആൾക്കാരോടും പല രൂപത്തിലും പല ഭാവത്തിലും പറഞ്ഞതിനെ കുറിച്ച് ഞാൻ അടുത്ത ദിവസം വളരെ സ്പെഷ്യലായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഭാര്യയുടെ കൂടെയും കിടക്കാം, വേശ്യയുടെ കൂടെയും കിടക്കാം. രണ്ടിടത്ത് പോയി കിടന്നാലും കുഞ്ഞുണ്ടായാൽ കുഞ്ഞിന് ജീവനുണ്ടാകും, കുഞ്ഞുണ്ടാകും എന്നാണ് പറയാതെ പറഞ്ഞു വെച്ചത്. അതേക്കുറിച്ച് ഞാൻ പറയാം. ആ സമമായ കുതന്ത്രമാണ് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതി നടപ്പിലാക്കാൻ ഇന്ന് പാമ്പ്രാണി പിതാവ് AKCC-ക്കാരെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ ഉള്ള അണിയറ പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞു. ഇന്ന് അരമനയ്ക്ക് മുമ്പിൽ രാജൻ പുന്നയ്ക്കന്റെ ഒരു പത്രസമ്മേളനം കണ്ടു. അവിടെ പുന്നയ്ക്കൻ പറഞ്ഞു, ഞങ്ങൾ തട്ടിൽ പിതാവുമായും പാമ്പ്രാണി പിതാവുമായി ചർച്ച നടത്തി, ഞങ്ങൾ പലതും അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ അച്ഛന്മാർക്കെതിരെയുള്ള നടപടികൾ കുരിയാഴിച്ചു പണിയുന്നത് ഞങ്ങളൊന്നും അംഗീകരിച്ചില്ല. എറണാകുളത്തെ വിശ്വാസികൾ എന്താ, പുന്നയ്ക്ക ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരും പൊട്ടന്മാരുമാണെന്ന് വിചാരിച്ചു. അകത്തിരുന്ന് തട്ടിൽ പിതാവുമായും പാമ്പ്രാണി പിതാവുമായും പല കരാറുകളും സമ്മതിച്ചിട്ട് വിശ്വാസികളുടെ മുമ്പിൽ വന്ന് ഞങ്ങളൊന്നും അംഗീകരിച്ചില്ല എന്ന് വിളിച്ചു പറയാൻ നിങ്ങൾക്കൊക്കെ എത്ര മാതാപിതാക്കളുണ്ടെന്ന് സ്വസ്ഥമായിട്ട് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കും. പിന്നെ ഇതൊന്നും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് മനസ്സിലാക്കാനുള്ള ക്രിസ്തുവിനുള്ള വിശ്വാസമോ ആത്മീയതയോ നിങ്ങൾക്ക് ഒരാൾക്ക് പോലും ഇല്ല. എറണാകുളത്തെ അച്ഛന്മാർക്കും ഇല്ല, സീറോ മലബാർ സഭയിലെ സിനഡ് പിതാക്കന്മാർക്കും ഇല്ല. അതുകൊണ്ട് ഈ പാമ്പ്രാണി പിതാവ് AKCC-ക്കാരെ കച്ചുകെട്ടി ഇറക്കി എറണാകുളത്തെ വിശ്വാസികളിൽ വിള്ളലുകൾ സൃഷ്ടിച്ച്, ഭിന്നതകൾ സൃഷ്ടിച്ച് MTNS-നെ മാത്രം തകർക്കുന്ന രീതിയിലേക്ക് എറണാകുളത്തെ വിശ്വാസികളെ വരെ ചേർത്ത് നിർത്തിക്കൊണ്ട് കാണിക്കുന്ന കപട നാടകം ഇവിടെ വിലപ്പോവില്ല, നടക്കാനും പോകുന്നില്ല. കാരണം നിങ്ങൾ പഠിച്ച വിശ്വാസമല്ല ഞങ്ങൾ ജീവിച്ച് ശീലിച്ചത്. നല്ല അന്തസ്സുള്ള കാരണവുമാണ്, നേരോടെ നെറിവോടെ നൽകിയ വിശ്വാസം അതുള്ളത് കൊണ്ടാണ് ഒരു ഇല്ലിസിറ്റ് കുർബാനയിലും പങ്കെടുക്കാതെ ഇന്നുവരെ കുർബാനയ്ക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നത് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്
AKCC-യും പാമ്പ്രാണി പിതാവും തട്ടിൽ പിതാവും തമ്മിലുള്ള കള്ളത്തരങ്ങൾ ഇവിടെ നടപ്പിലാവില്ല എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.